नमस्ते प्रिय छात्राः, रुद्र आर्ट् स्कूल् प्रति सर्वेषां सुस्वागतम्। सुखजीवनं नाम तृतीयपाठभागं समाप्य क्षुधाज्ञानप्रदायिनी इति चतुर्थं पाठभागं प्रति प्रविशामः। पाठः चतुर्थः, क्षुधा ज्ञानप्रदायिनी। क्षुधा विशप्, വിശപ്പ് ജ്ഞാനപ്രദായിനി, ജ്ഞാനം അറിവിനെ നൽകുന്നതാണ് എന്നാണ് ആ പാഠത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം. ക്ഷുധ ജ്ഞാനപ്രദായിനി. പാഠപ്രവേശഃ. ആരോഗ്യ സംരക്ഷണായ ഹിതസ്യ മിതസ്യ ച ഭോജ്യസ്യ പ്രാധാന്യമധികൃത്യ പൂർവസ്മിൻ പാഠേ വയം അപഠാമഃ ഖലു. ലോകേ സർവേഭ്യോ ഹിതം മിതം ച ആഹാരം ഉപലബ്ധം വാ. ആരോഗ്യ സംരക്ഷണായ, ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഹിതസ്യ മിതസ്യ ച ഭോജ്യസ്യ പ്രാധാന്യമധികൃത്യ, കഴിഞ്ഞ 4 സുഭാഷിതങ്ങളായിട്ട് നമ്മൾ അത് പഠിച്ചു അല്ലെ. ഹിതമായതും മിതമായതുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, അതേപോലെ വ്യായാമത്തിന്റെ ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് സുഖജീവനം എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു. അത് പഠിച്ചല്ലോ എന്നാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. ആരോഗ്യ സംരക്ഷണായ, ആരോഗ്യം സംരക്ഷിക്കാനായിക്കൊണ്ട് ഹിതസ്യ മിതസ്യ ച ഭോജ്യസ്യ പ്രാധാന്യമധികൃത്യ പൂർവസ്മിൻ പാഠേ വയം അപഠാമ ഖലു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചല്ലോ. ലോകേ സർവേഭ്യോ ഹിതം മിതം ച ആഹാരം ഉപലബ്ധം വാ. ലോകത്തില് എല്ലാവർക്കും ഹിതമായതും മിതമായതുമായിട്ടുള്ള ആഹാരം ഉപലബ്ധം വാ, ലഭിക്കുന്നുണ്ടോ? ഏകവാരമപി ഉദരപൂരണം കർത്തും അസമർത്ഥാഃ ബഹവഃ ജനാഃ അസ്മാൻ പരിതഃ തിഷ്ഠന്തി. ഏകവാരമപി, ഒരു പ്രാവശ്യമെങ്കിലും, ഒരു തവണയെങ്കിലും, ഉദരപൂരണം കർത്തും അസമർത്ഥാഃ, വയറ് നിറയ്ക്കാൻ അസമർത്ഥരായിട്ടുള്ള, അതിന് കഴിയാത്തവരായിട്ടുള്ള ബഹവഃ ജനാഃ, ധാരാളം ജനങ്ങള് അസ്മാൻ പരിതഃ തിഷ്ഠന്തി, നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. തേഷാം ബുഭുക്ഷാം യോ അഭിജാനാതി സഹ ജീവനസാരം ജാനാതി. അവരുടെ ബുഭുക്ഷയെ, വിശപ്പിനെ ആരാണോ അറിയുന്നത്, യോ അഭിജാനാതി, ആരാണോ അത് മനസ്സിലാക്കുന്നത്, സഹ ജീവനസാരം ജാനാതി, അദ്ദേഹം ആ മനസ്സിലാക്കുന്നയാള് ജീവനസാരം എന്താണെന്ന് അറിയുന്നവനാകുന്നു. അതഃ ഉച്യത്തെ, അതുകൊണ്ടാണ് പറയപ്പെടുന്നത്, ക്ഷുധാ പരക്ലേശ വിവേകജന്യാ ജാനാതി യസ്തീവ്രതരാം ബുഭുക്ഷാം സ ഏവ ചാത്മാനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ. ക്ഷുധാ പരക്ലേശ വിവേകജന്യാ, ക്ഷുധാ പരക്ലേശ വിവേകജന്യാ ഭവതി. ക്ഷുധാ വിശപ്പ്, പരക്ലേശ, പരഹ അപരഹ, മറ്റൊരാളുടെ ക്ലേശങ്ങളെ അറിയുന്ന, ക്ലേശങ്ങളെ തിരിച്ചറിയുന്ന ഒന്നാണ് എന്ത്, വിശപ്പ് എന്ന് പറഞ്ഞാൽ. വിശപ്പ് അന്യന്റെ ക്ലേശത്തെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് നൽകുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ഷുധാ പരക്ലേശ വിവേകജന്യാ ഭവതി. യഹ തീവ്രതരാം ബുഭുക്ഷാം ജാനാതി ആത്മാനമിവ അപരം തം പശ്യൻ സ ഏവ മഹാൻ വേദവിത്ത് ആത്മദക്ഷഃ ച ഭവതി. യഹ തീവ്രതരാം ബുഭുക്ഷാം ജാനാതി, യാതൊരാളാണോ തീവ്രമായിട്ടുള്ള, കഠിനമായിട്ടുള്ള ബുഭുക്ഷയെ, വിശപ്പിനെ അറിയുന്നത്, ആത്മാനം ഇവ അപരം പശ്യൻ, തന്നെ പോലെ തന്നെ, തൻ്റെ വിശപ്പിനെ പോലെ തന്നെ മറ്റൊരാളുടെ വിശപ്പിനെയും അറിയുന്നത്, മറ്റുള്ളവരെയും കാണുന്നത്, സ ഏവ മഹാൻ,
അങ്ങനെയുള്ളവനാണ് മഹാത്മാവായിട്ടുള്ളത്, മഹാനായിട്ടുള്ളത്. വേദവിത്ത്, അറിയേണ്ടതിനെ അറിഞ്ഞവനായിട്ടുള്ളത്, വിശപ്പെന്ന ആ അറിവിനെ അറിഞ്ഞവനായിട്ടുള്ളത്. ആത്മദക്ഷ, സ്വയം സമർത്ഥനായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. യഹ തീവ്രതരാം ബുഭുക്ഷാം ജാനാതി, യാതൊരുവൻ തീവ്രമായ വിശപ്പിനെ അറിയുന്നുവോ അവൻ തന്നെയാണ്. അതുപോലെ ആത്മാനമിവ അപരം പശ്യൻ, അപരം തം പശ്യൻ, തൻ്റെ വിശപ്പിനെ പോലെ, തന്നെ പോലെ തന്നെ മറ്റൊരാളെയും മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആള് തന്നെയാണ് മഹാനും അറിയേണ്ടതിനെ അറിയുന്നവനും വേദവിത്തും ആത്മദക്ഷനും സ്വയം സമർത്ഥനും സ്വയമായിട്ട് സമർത്ഥനായിട്ടുള്ളവനുമായിട്ടുള്ളത് അവനാണ്. ഒന്നും കൂടെ ആ ശ്ലോകം ചൊല്ലാം. ക്ഷുധാപരക്ലേശ വിവേകജന്യാ ജാനാതി യസ്തീവ്രതരാം ബുഭുക്ഷാം സ ഏവ ചാത്മാനമിവാപരം തം പശ്യൻ മഹാൻ വേദവിദാത്മദക്ഷഃ. അപ്പോ സ്വയം വിശപ്പറിയുന്നതോടൊപ്പം തൻ്റെ ഒപ്പമുള്ളവന്റെ വിശപ്പും കൂടെ അറിയുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് പാഠത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാം. ഗദ്യം പദ്യം ഇതി കാവ്യസാഹിത്യം പ്രമുഖതയാ ദ്വിവിധം ഭവതി. ഗദ്യം പദ്യം എന്നിങ്ങനെ കാവ്യസാഹിത്യം രണ്ട് തരത്തിലായിട്ട് ഉണ്ട്. തയോഹു മിശ്രണേന അപരാ കാചിത് രചനാരീതിശ്ച പ്രസിദ്ധാ ഭവതി ചമ്പുകാവ്യമിതി നാംന. അതേ തയോഹോ മിശ്രണേന, പദ്യത്തിൻ്റെയും ഗദ്യത്തിൻ്റെയും മിശ്രണത്തിലൂടെ, കൂടിച്ചേരലിലൂടെ അപരാകാചിത് രചനാ രീതി പ്രസിദ്ധ, മറ്റൊരു രചനാരീതി പ്രസിദ്ധമായിട്ടുണ്ട്, ചമ്പുകാവ്യം എന്ന പേരിൽ. നിങ്ങൾ ചമ്പു പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കലോത്സവ വേദികളിലൊക്കെ അല്ലെ. മലയാളത്തിലുള്ളത് പോലെ തന്നെ കഥാപ്രസംഗ ശൈലിയിൽ തന്നെയാണ് ചമ്പു പ്രഭാഷണം അവതരിപ്പിക്കാറുള്ളത്. അതുപോലെയുള്ള ഒരു ചമ്പു കാവ്യമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഗദ്യപദ്യമയം കാവ്യം ചമ്പു ഇത്യസ്തി തല്ലക്ഷണം. ഗദ്യപദ്യമയം, ഗദ്യവും പദ്യവും ചേർന്ന കാവ്യത്തെയാണ് ചമ്പു എന്ന് അറിയപ്പെടുന്നത്. അതാണ് അതിൻ്റെ ലക്ഷണം. രാമായണ ചമ്പു, ഭാരത ചമ്പു, നളചമ്പു, നിരനുനാസിക ചമ്പു, രാജസൂയ ചമ്പു, വിശ്വഗുണാദർശ ചമ്പു ഇത്യാദീനി ചമ്പുകാവ്യാനി സംസ്കൃത സാഹിത്യെ പ്രസിദ്ധാനി ഭവന്തി. രാമായണ ചമ്പു, ഭോജരാജൻ എഴുതിയിട്ടുള്ള രാമായണ ചമ്പു, അനന്തഭട്ടന്റെ ഭാരത ചമ്പു, ത്രിവിക്രമഭട്ടന്റെ നളചമ്പു, നാരായണ ഭട്ടപാദരുടെ നിരനുനാസിക ചമ്പു, നാരായണ കവിയുടെ രാജസൂയ ചമ്പു, വെങ്കിടാധ്വരിയുടെ വിശ്വഗുണാദർശ ചമ്പു. ഇതൊക്കെ ചമ്പു ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകാരന്മാരുടെ പേരാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ ഈ ചമ്പു കാവ്യങ്ങളൊക്കെയാണ് സംസ്കൃത സാഹിത്യത്തിൽ പ്രസിദ്ധങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. വിശ്വേ അസ്മിൻ സർവത്ര അനുഭൂയമാനാം ബുഭുക്ഷാം നാമ സമസ്യാമധികൃത്യ വിരചിതം ചമ്പുകാവ്യാംശം അത്ര പഠാമഹ. ഈ ലോകത്ത്, വിശ്വേസ്മിൻ ഈ ലോകത്ത്, സർവത്ര അനുഭൂയമാനാനം എല്ലായിടത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുഭുക്ഷാം നാമ സമസ്യാം, വിശപ്പ് എന്ന ഒരു പ്രശ്നം, ഒരു സമസ്യ, അതിനെ അധികരിച്ചുകൊണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വിരചിതം ചമ്പുകാവ്യാംശം അത്ര പഠാമഹ, എഴുതിയിട്ടുള്ള ചമ്പുകാവ്യത്തിന്റെ കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമുക്ക് ചമ്പുവിലേക്ക് കടക്കാം. ഭോ മിത്രാണി പശ്യന്തു ഭോ സഹൃദയാ പുരതോ ലസത്തദ്ഗേഹം സുശാന്തമതി നിർമ്മലമുത്തമാർഹം തത്രാംഗണം പ്രവിശതി പ്രരുദന്തമാത്മജാതം നിധായ തരുണി സഹസാ ച കാചിത്.
അല്ലയോ കൂട്ടുകാരെ, ഭോ മിത്രാണി, പശ്യന്തു ഭോ സഹൃദയാഹ. ഭോ സഹൃദയാഹ പശ്യന്തു, അല്ലയോ സഹൃദയരെ നോക്കൂ. അങ്ങനെയല്ലേ കഥാപ്രസംഗം തുടങ്ങുക. അങ്ങനെ സഹൃദയരോട് ആ കഥയിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ആ കഥ പറഞ്ഞു തുടങ്ങുക. അല്ലയോ സഹൃദയരെ, കാണികളെ നോക്കൂ, അങ്ങോട്ട് നോക്കൂ. പുരതഃ ലസത്തദ്ഗേഹം സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം. സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം പുരതഃ ലസത് തദ്ഗേഹം പശ്യതു. എവിടേക്കാണ് നോക്കാൻ പറയണത്? പുരതഃ ലസത്, മുന്നിൽ വിലസിക്കുന്ന പരിലസിക്കുന്ന, ഗേഹം ഗൃഹം, ആ ഗൃഹത്തിന്റെ വിശേഷണങ്ങളാണ് സുശാന്തം അതിനിർമ്മലം ഉത്തമാർഹം. സുശാന്തം എന്താ അർത്ഥം? ശാന്തമായത്. അതിനിർമ്മലം നിർമ്മലമായത്. ഉത്തമാർഹം ഉത്തമന്മാർക്ക് താമസിക്കാൻ അർഹമായത്. അങ്ങനെയൊക്കെയുള്ള ഈ ഗേഹം കാണൂ, ഈ ഗൃഹത്തെ നോക്കൂ. തത്ര പ്രരുദന്തം ആത്മജാതം നിധായ സഹസാ കാചിത് തരുണി അങ്കണം പ്രവിശതി. തത്ര അവിടെ പ്രരുദന്തം ആത്മജാതം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വന്തം കുട്ടിയെ നിധായ എടുത്തിട്ട് സഹസ കാചിത് തരുണി പെട്ടെന്ന് തന്നെ ഒരു യുവതി അങ്കണം പ്രവിശതി മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. എന്താ ഉണ്ടായത്? നോക്കൂ സഹൃദയരെ, അങ്ങോട്ട് നോക്കൂ. അവിടെ മുന്നിൽ കാണുന്ന വീട് എങ്ങനെയുള്ളതാണ്? സുശാന്തം നിർമ്മലം, അതേപോലെ ഉത്തമാർഹമായിട്ടുള്ള ഈ ആ വീട്ടിലേക്ക് പ്രരുദന്തം ആത്മജാതം രോദനം ചെയ്തുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ എടുത്തിട്ട് സഹസാ പെട്ടെന്ന് ഒരു തരുണി, ഒരു സുന്ദരി അല്ലെങ്കിൽ ഒരു യുവതി തത്ര അങ്കണം പ്രവിശതി ആ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. വിശാലസ്യ തസ്യ ഭവനസ്യ പ്രകോഷ്ഠേ ഇദാനിം യക്കോപി നാസ്തിയേവ. വിശാലമായി കിടക്കുന്ന ആ ഗൃഹത്തിന്റെ പ്രകോഷ്ഠേ മുറിയിൽ, ആ കയറി വരുന്ന ഹാളില് ഇദാനിം യക്കോപി നാസ്തിയേവ. ഇപ്പോ ആരും തന്നെ കാണുന്നില്ല, അവിടെ ആരെയും അവിടെ കാണുന്നില്ല. തഥാപി വിഗളിത കേശപാശ കൃശാംഗീസ പരിമ്ലാനമുഖി ബുഭുക്ഷയാ രുദന്തം സ്വപുത്രകം വക്ഷസ്ഥലേ നിധായ ജവേന ചത്വരം പ്രാവിശത്. തഥാപി അങ്ങനെയാണെങ്കിലും വിഗളിത കേശപാശ അലസമായി കിടക്കുന്ന മുടിയോടുകൂടിയ കൃശാംഗി വളരെ മെലിഞ്ഞവളും, അങ്ങനെ ആ അലസമായി കിടക്കുന്ന മുടിയൊക്കെ പാറിപ്പറന്ന് കിടക്കുന്നവളും കൃശാംഗി വളരെ മെലിഞ്ഞവളും അവൾ ആയിട്ടുള്ള അവൾ ആരാണ്? ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് ഒരു സ്ത്രീ ഉള്ളിലേക്ക് പ്രവേശിച്ചു അല്ലെ? ആ സ്ത്രീ അവരുടെ വിശേഷണമാണ് പറയുന്നത്. വിഗളിത കേശപാശ, അവരെങ്ങനെയുള്ളതാണ്? മുടിയൊക്കെ ഇങ്ങനെ പാറിപ്പറന്നുകൊണ്ട് നടക്കുന്ന, ഒന്നും വൃത്തിയിൽ കെട്ടിവെക്കാണ്ടുള്ള അങ്ങനെ ഒരു അലസമായുള്ള ഒരു സ്ത്രീയാണ്. കൃശാംഗിയാണ്, ശരീരം കൊണ്ട് വളരെ കൃശമാണ്, മെലിഞ്ഞവളാണ്. പരിമ്ലാനമുഖി, വളരെ ദൈന്യ ഭാവത്തോടു കൂടെ നിൽക്കുന്നവളാണ്. അവള് ബുഭുക്ഷയാ രുദന്തം സ്വപുത്രകം, വിശപ്പുകൊണ്ട് രുദന്തം കരയുന്ന സ്വപുത്രകം സ്വന്തം പുത്രനെ വക്ഷസ്ഥലേ നിധായ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ജവേന ഛട്ടിതി പെട്ടെന്ന് ചത്വരം പ്രാവശ്യം മുറ്റത്തേക്ക് പ്രവേശിച്ചു. ഗൃഹം പരിതഃ നേത്രേ പ്രസാര്യ ഗൃഹാന്തരാളം സാകൂതം സംവീക്ഷ്യ സാ ഉച്ചൈരേവമവദത്. ഗൃഹം പരിതഃ, നിങ്ങൾ പരിതഃ എന്നുള്ള പ്രയോഗം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പരിതഃ എന്ന് വരുമ്പോൾ തൊട്ടു മുൻപ് ദ്വിതീയ വിഭക്തി പ്രയോഗിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗൃഹം പരിതഃ എന്താ അർത്ഥം? ഗൃഹത്തിന് ചുറ്റും നേത്രേ പ്രസാര്യ കണ്ണുകൾ പായിച്ചിട്ട്, കണ്ണുകൾ ഓടിച്ചിട്ട്, ഗൃഹാന്തരാളം സാകൂതം സംവീക്ഷ്യ വീടിന്റെ ഉള്ളിലേക്ക്
ഗൃഹാന്തരാളം, വീടിന്റെ ഉള്ളിലേക്ക് സാഗൂതം കൗതുകത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ ഒക്കെ സംവീക്ഷ്യ നോക്കിയിട്ട് സാ ഉച്ചൈരേവമവത്, അവള് വളരെ ഉറക്കെ ഇപ്രകാരം പറഞ്ഞു. അപ്പൊ എന്താ ഇത്രയും പറഞ്ഞത്? ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശപ്പ് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വന്തം പുത്രനെ മാറോട് ചേർത്ത് ഒരു വിശാലമായിട്ടുള്ള, സുശാന്തമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് വളരെ പ്രതീക്ഷയോടുകൂടെ ആ ഗൃഹാന്തരാളത്തിലേക്ക് നോക്കിയിട്ട് ഇപ്രകാരം പറയുകയാണ്. മാതർയച്ഛതു ഭോജ്യം മേ ക്ഷുധാരോദിതി പുത്രകഃ ബുഭുക്ഷാ തസ്യ സംഹർത്തുമശക്യാ ദേഹി ഭോജനം. മാതർയച്ഛതു ഭോജ്യം മേ ക്ഷുധാരോദിതി പുത്രകഃ ബുഭുക്ഷാ തസ്യ സംഹർത്തുമശക്യാ ദേഹി ഭോജനം. മാതാ, അമ്മേ എന്ന് വിളിക്കുകയാണ്. മേ ഭോജ്യം യച്ഛതു, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ. ഇവിടെ ആരുമില്ലേ? അമ്മേ, എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ. പുത്രകഃ ക്ഷുധാരോദിതി, പുത്രകഃ മമ പുത്രകഃ ക്ഷുധാരോദിതി, എൻ്റെ പുത്രൻ വളരെ വിശപ്പോടുകൂടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തസ്യ ബുഭുക്ഷാം സംഹർത്തും, അവന്റെ ആ ബുഭുക്ഷ ഇല്ലാതാക്കാൻ, അവന്റെ ആ വിശപ്പില്ലാതാക്കാൻ എനിക്ക് കഴിയുന്നില്ല. മയാ അശക്യ, എനിക്ക് കഴിയുന്നില്ല. ഭോജനം ദേഹി, ഭക്ഷണം തരൂ. അമ്മേ, മേ ഭോജനം ദേഹി, ഭോജനം യച്ഛതു, എനിക്ക് ഭക്ഷണം തരൂ. പുത്രകഃ ക്ഷുധാരോദിതി, എൻ്റെ പുത്രൻ വിശപ്പ് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തസ്യ ബുഭുക്ഷാം സംഹർത്തും അശക്യമയ, അവന്റെ ആ ബുഭുക്ഷ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഭോജനം ദേഹി, ഭക്ഷണം തരൂ എന്ന് പറയുന്നു. ഭോജന ഭോജനം ദേഹി ദേഹി, ഭോജന ഭോജനം ദേഹി ദേഹി. ഭോജന, അല്ലയോ വീട്ടുകാരെ, ഭോജനം ദേഹി ദേഹി, ഭക്ഷണം തരൂ. അല്ലയോ വീട്ടുകാരെ, ഭക്ഷണം തരൂ എന്നിങ്ങനെ വളരെ ദയനീയമായിട്ട് അവിടെ ആ കൃശാംഗിയായിട്ടുള്ള ആ യുവതി യാചിക്കുകയാണ്. ഗൃഹാങ്കണാദുദ്ഭൂതാം ഹൃദയദ്രവകാരിണീം ദയനീയാം താം യാചനാം ശ്രുത്വ ഊന ഷോഡശവർഷീയ കാചന ബാല അന്തരാളാത് ബഹിരാഗച്ഛത്. ഗൃഹാങ്കണാദുദ്ഭൂതാം, ആ ഗൃഹാങ്കണത്തിൽ നിന്ന്, വീട്ടുമുറ്റത്ത് നിന്ന് ഉയർന്ന ഹൃദയദ്രവകാരിണീം ദയനീയാം താം യാചനാം ശ്രുത്വ, ഹൃദയത്തെ അലിയിക്കുന്ന ദയനീയമായിട്ടുള്ള ആ യാചന കേട്ടിട്ട് ഊന ഷോഡശവർഷീയ, 16-നടുത്ത് വയസ്സ് വരുന്ന, 16-ൽ താഴെ വയസ്സ് വരുന്ന കാചന ബാല, ഒരു പെൺകുട്ടി അന്തരാളാത് ബഹിരാഗച്ഛ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. സാധു വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോജാഫലം ധൃത്വാ ക്ഷിപ്രകുതുകേന. വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോജാഫലം ധൃത്വാ ക്ഷിപ്രകുതുകേന. ആഗതാ കിമർത്ഥം സാ വിലപതിരേ, ആഗതാ കിമർത്ഥം സാ വിലപതിരേ. ജ്ഞാതുമത്ര ബഹിർദ്വാരേപ്യതിഷ്ഠദ്ബാലാ, ജ്ഞാതുമത്ര ബഹിർദ്വാരേപ്യതിഷ്ഠദ്ബാലാ അതിഷ്ഠദ്ബാലാ. വാമഹസ്തേ ദുഗ്ധചഷകം ദക്ഷിണേ ഹസ്തേ പക്വമോജാഫലം ധൃത്വാ ക്ഷിപ്രകുതുകേന ആഗതാക കിമർത്ഥം സാ വിലപതി ഇതി ജ്ഞാതും അത്ര ബഹിർദ്വാരേ അതിഷ്ഠത് സ ബാല. ആ പെൺകുട്ടി എങ്ങനെയാണ് വന്നിട്ടുള്ളത്?
വാമഹസ്തേ ദുഗ്ധചഷകം. വാമഹസ്തം എന്ന് പറഞ്ഞാൽ ഇടത് കൈ. ഇടത് കൈയില് പാല് നിറച്ചിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. അതേപോലെ ദക്ഷിണേ ഹസ്തേ, വലത് കൈയിലോ പക്വമോചാഫലം, നല്ല പഴുത്ത പഴമുണ്ട്. അങ്ങനെ അതെല്ലാം ധൃത്വ, പിടിച്ചിട്ട് അല്ലെങ്കിൽ ധരിച്ചിട്ട്. ക്ഷിപ്രകുതുകേന, പെട്ടെന്നുണ്ടായിട്ടുള്ള ഇങ്ങനൊരു ശബ്ദം കേട്ടു, ആരോ ഇങ്ങനെ വിലപിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു കൗതുകം കൊണ്ട് ആഗതാക, ആരാണ് ഈ വന്നിരിക്കുന്നത്, ആരാണ്, കിമർത്ഥം സാ വിലപതി, എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ജ്ഞാതും, അറിയാനായിട്ട്, അത്ര അവിടെ, ബഹിർദ്വാരേ, ദ്വാരത്തിന്റെ വാതിലിന്റെ അടുത്ത് പുറത്ത്, അതിഷ്ഠത്, അവിടെ വന്നു നിന്നു. വാമഹസ്തേ ദുഗ്ധചഷകം, ഇടത് കൈയില് പാല് നിറച്ച ഗ്ലാസ് ഉണ്ട്. അതേപോലെ വലത് കൈയില് മോചാഫലമുണ്ട്, പഴമുണ്ട്, പഴുത്ത പഴമുണ്ട്. അത് പിടിച്ചുകൊണ്ട് ആരാണ് പുറത്ത് വന്നത്, എന്തിനാണ് അവരിങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് ആ വാതിലിന്റെ മുന്നിലേക്കായിട്ട് പുറത്തേക്കായിട്ട് വന്ന് അവിടെ നിന്നു. താം ദൃഷ്ട്വാ ആഗതാ യുവതി പുനരവദത്, അവളെ കണ്ടിട്ട് ആ വന്ന യുവതി പുനരവദത്, വീണ്ടും പറഞ്ഞു തുടങ്ങി. ഭോജാതേ മമ പുത്രോയം അസഹ്യയാ ക്ഷുധാരോദിതി. അല്ലയോ കുട്ടി, മമ പുത്രഃ, ഈ പുത്രോയം, അയം മമ പുത്രഃ, ഈ എൻ്റെ ഈ പുത്രൻ, അസഹ്യയാ ക്ഷുധയാ, സഹിക്കാൻ പറ്റാത്ത വിശപ്പിനാൽ, രോദിതി, കരയുന്നു. ഹ്യസ്തനേ രാത്രാവപി ന കിഞ്ചിത് അഘാത്, കഴിഞ്ഞ ദിവസം രാത്രി ന കിഞ്ചിത് അഘാത്, ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അനശനേന ആർത്തസ്യ അർഭകസ്യേതസ്യ ലോലമിതം ജിഹ്വാഗ്രം കമലദളം ഗ്രീഷ്മാതപൈവ പുനഃ പുനഃ പരിശുഷ്യതി. അനശനേന ആർത്തസ്യ, ഭക്ഷണം കഴിക്കാതെ വിഷമിക്കുന്നവനായിട്ടുള്ള, അർഭകസ്യേതസ്യ, ഈ അർഭകന്റെ, ഈ കുട്ടിയുടെ, ലോലമിതം ജിഹ്വാഗ്രം, വളരെ ലോലമായിട്ടുള്ള, വളരെ മൃദുവായിട്ടുള്ള ജിഹ്വാഗ്രം, നാവിന്റെ അറ്റം, കമലദളം ഗ്രീഷ്മാതപ ഇവ, വെയിലേറ്റ് വാടുന്ന കമലദളത്തെ പോലെ, താമര ഇതളിനെ പോലെ, പുനഃ പുനഃ പരിശുഷ്യത, വീണ്ടും വീണ്ടും ശുഷ്കിച്ചു വരുന്നു, അത് വീണ്ടും വീണ്ടും വരണ്ടു വരുന്നു. തന്നിവാരയിതും, അത് ഇല്ലാതാക്കാനായിട്ട്, കിമപി കർത്തും ന ശക്യതേ മയാ ദരിദ്രയ, അതിനുവേണ്ടി, അവന്റെ ആ അവസ്ഥ ദൂരീകരിക്കാൻ വേണ്ടി, കിമപി കർത്തും ന ശക്യത, ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല, ഈ ദരിദ്രയായ എന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അസ്യ ക്ഷുധാതൃപ്തിയർത്ഥം കിഞ്ചിത് അന്നം ദേഹി, അവന്റെ ഈ ക്ഷുധ മാറ്റാനായിട്ട്, അവന്റെ ഈ വിശപ്പ് മാറ്റാനായിട്ട് കുറച്ച് ഭക്ഷണം തരുമോ? അഥവാ രസനാമാർദ്രയിതും ലേശം നീരം ദേഹി, അല്ലെങ്കിൽ അവന്റെ ആ നാവൊന്ന് ആർദ്രീകരിക്കാൻ, അവനെ ഒന്ന് നാവൊന്ന് നനച്ചു കൊടുക്കാൻ ലേശം നീരം ദേഹി, കുറച്ച് വെള്ളം തരുമോ? തയോരേതത് ഭാഷണം ശ്രുത്വ, അവരുടെ ഈ ഭാഷണം കേട്ടിട്ട്, ഈ സംഭാഷണം കേട്ടിട്ട്, ബഹിരാഗത ഗൃഹനായിക, പുറത്തേക്ക് വന്ന കുട്ടിയുടെ അമ്മ, ഗൃഹനായിക, ബാലകസ്യാസ്യ ദുർദശാം അവഗമ്യ, ബാലകന്റെ ഈ ദുർദശ, കഴിഞ്ഞ ദിവസം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അവനാകെ വിശപ്പ് കൊണ്ട് കരയാണ്, ഈ ദുർദശയെല്ലാം മനസ്സിലാക്കിയിട്ട്, തരളിത ഹൃദയ വിവേകശാലിനി ച അഭവത്, വളരെയധികം തരളിത ഹൃദയായി, മനസ്സിന് വളരെയധികം ഒരു മാതൃഭാവം ഉള്ളതുകൊണ്ട് തരളിതമായി, ഹൃദയം തരളിതമായി. അതോടൊപ്പം തന്നെ വിവേകശാലിനി, വിവേകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, അതാണ് വിവേകം. അങ്ങനെ വിവേകശാലിനിയായി, എന്ത് ചെയ്യണം എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? ഒരു വലിയൊരു വീട്, ആ വീട്ടിൽ വളരെ ഒരാളെയും തന്നെ പുറത്ത് കാണുന്നില്ല. ആ സമയത്ത് വികളിത കേശവാശിയും കൃശാംഗിയും പരിമ്ലാനമുഖിയും ഒക്കെ ആയിട്ടുള്ള ഒരു യുവതി വിശപ്പ് കൊണ്ട് കരയുന്ന ഒരു പുത്രനെയും കൊണ്ട്, സ്വന്തം പുത്രനെയും കൊണ്ട് ആ മുറ്റത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട്
കുറച്ചെന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് യാചിക്കുന്നു. അവൻ്റെ വിശപ്പ് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. ആ യാചന കേട്ടിട്ട് അവിടെയുള്ള ഒരു 16 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി പുറത്തേക്ക് വരുന്നു. കുട്ടിയുടെ കയ്യിൽ പാലും ഭക്ഷണം യഥേഷ്ടമുണ്ട്. ഇടത് കയ്യിൽ പാലുണ്ട്, വലത് കയ്യിൽ പഴമുണ്ട്. ഇതൊക്കെയായിട്ടാണ് കുട്ടി വിശന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിലേക്ക് വരുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിയോട് പറയാണ്, എൻ്റെ മകൻ വിശപ്പ് കൊണ്ട് കരയുകയാണ്, അവൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇവൻ്റെ ഈ വിശപ്പൊന്ന് മാറ്റാൻ കുറച്ച് ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ അവൻ്റെ ആ നാവൊന്ന് നനച്ചു കൊടുക്കാൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നത് കേട്ട് ഗൃഹനായിക പുറത്തേക്ക് വരുന്നു. ബാലകന്റെ ഈ ദുർദശ മനസ്സിലാക്കിയിട്ട് തരളിതഹൃദയയും വിവേകശാലിനിയുമാകുന്നു. സാപി മാതൃവാത്സല്യ പീയൂഷ വർഷണേന കൃപാമയീ സിക്ത്വാ സപുത്രാം യുവതീം ക്ഷണാദപ്യാനയദ്ഗൃഹം. മാതൃവാത്സല്യ പീയൂഷ വർഷണേന കൃപാമയീ സിക്ത്വാ സപുത്രാം യുവതീം ക്ഷണാദപ്യാനയദ്ഗൃഹം. മാതൃവാത്സല്യ പീയൂഷ വർഷണേന സിക്ത്വാ സപുത്രാം യുവതീം കൃപാമയീ ക്ഷണാദ് ആനയത് ഗൃഹം ആനയത്. ക്ഷണാദപി ഗൃഹം ആനയത്. മാതൃവാത്സല്യ പീയൂഷ വർഷണേന, മാതൃവാത്സല്യമാകുന്ന അമൃതിൻ്റെ വർഷണത്തിലൂടെ, സപുത്രാം യുവതീം സിക്ത്വ, പുത്രനോടുകൂടിയ യുവതിയെ, ആ മകനോട് കൂടിയിട്ടുള്ള ആ യുവതിയെ നനച്ചിട്ട്, ആ അമൃത് കൊണ്ട്, മാതൃവാത്സല്യമാകുന്ന അമൃത് കൊണ്ട് അവരെ നനച്ചിട്ട്, കൃപാമയി, കൃപാമയിയായിട്ടുള്ള സാ നായിക, ഗൃഹനായിക, ക്ഷണാത് അഭി ആ ഗൃഹം ആനയത്, പെട്ടെന്ന് തന്നെ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് ആനയത് കൊണ്ടുപോയി, നയിച്ചു, അവരെ നയിച്ചു. അതായത് ഈ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനെ പരിചരിക്കണം എന്നുള്ള ആ മാതൃവാത്സല്യം അപ്പോൾ പുറത്തു വന്നിട്ട് അതിന് വേണ്ടതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ആ കുട്ടിയെയും യുവതിയെയും കൊണ്ട് വീടിനുള്ളിലേക്ക് നയിച്ചു, അവരെ പ്രവേശിപ്പിച്ചു. അസഹ്യയാ ക്ഷുധയാ വിലബന്ധം തം അർഭകം കമലോദരേ ഹംസശിശുമിവ സ്വഹസ്തയോഹോ സാ കുടുംബിനി ക്ഷണാദേവ സ്വീചകാര. അസഹ്യയാ ക്ഷുധയാ വിലബന്ധം തം അർഭകം, വളരെയധികം അസഹ്യമായിട്ടുള്ള, സഹിക്കാൻ കഴിയാത്ത, ക്ഷുധയാ വിശപ്പുകൊണ്ട്, വിലബന്ധം വിലപിച്ചുകൊണ്ടിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന, തമർഭകം തം പുത്രകം ആ കുട്ടിയെ, കുഞ്ഞിനെ, കമലോദരേ ഹംസ ശിശുമിവ, കമലോദരം താമരയുടെ ഉള്ളില് ഹംസ ശിശുവിനെ, ഉള്ളിലിരിക്കുന്ന ഹംസ ശിശുവിനെ പോലെ. ഇപ്പൊ നമ്മള് സരസ്വതിയുടെ ഒക്കെ ചിത്രം കണ്ടിട്ടുണ്ടാവും അല്ലെ, താമരപ്പൂവിന്റെ ഉള്ളിലിരിക്കുന്ന സരസ്വതി ദേവി, അതുപോലെ വളരെ ചെറിയ കുട്ടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കമലോദരെ ഹംസ ശിശുവിൽ ഇവ, കമലോദരത്തിലിരിക്കുന്ന താമരപ്പൂവിന്റെ, വിടർന്ന താമരപ്പൂവിന്റെ ഉള്ളിലിരിക്കുന്ന ഹംസ ശിശുവിനെ പോലെ, അരയന്ന കുഞ്ഞിനെ പോലെ, സ്വഹസ്തയോഹോ തൻ്റെ സ്വന്തം ഹസ്തത്തിലേക്ക്, കൈകളിലേക്ക്, സാ കുടുംബിനി കൈകൾ കൊണ്ട്, സാ കുടുംബിനി ക്ഷണാദേവ സ്വീചകാര, പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് എടുത്തു. ആ കുട്ടി വിശന്ന് കരയുന്ന, അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ സ്വന്തം കൈകളിലേക്ക് ആ ഗൃഹനായിക സ്വീകരിച്ചു. തതസ്തം പ്രഥമമേവ പരിലാള്യ അതീവ ശുഷ്കമപി വിലോലം തസ്യ ജിഹ്വാഗ്രം ശീതളേന ജലേന ആർദ്രയിതും ആരഭത്തെ. തതസ്തം അതിനുശേഷം അവനെ
പ്രഥമമേവ പരിലാള്യ, ആദ്യം തന്നെ കുറച്ചൊന്ന് ലാളിച്ചു. എന്നിട്ടോ അതീവ ശുഷ്കമപി വിലോലം തസ്യ ജിഹ്വാഗ്രം, വളരെയധികം ഉണങ്ങി നിൽക്കുന്ന, വെള്ളമൊന്നും കിട്ടാതെ ആകെ വരണ്ട് നിൽക്കുന്ന വിലോലം തസ്യ ജിഹ്വാഗ്രം, വളരെ ലോലമായിട്ടുള്ള മൃദുവായിട്ടുള്ള, ചെറിയ കുട്ടികളുടെ ചുണ്ടുകളൊക്കെ വളരെ മൃദുവായിട്ടുള്ളതാവും അല്ലെ. അപ്പൊ അതുപോലെ വിലോലമായിട്ടുള്ള ജിഹ്വാഗ്രം, ചുണ്ടും നാവും ഒക്കെ. ജിഹ്വാഗ്രം നാവിന്റെ അഗ്രം. ജലേന, ശീതളേന ജലേന, തണുത്ത വെള്ളം കൊണ്ട്, ആർദ്രയിതും ആരഭതെ, നനയ്ക്കാനായിട്ട് തുടങ്ങി. നമ്മളിപ്പോ ഈ അടുത്തിടെ കണ്ട സിനിമയുണ്ടല്ലോ ആടുജീവിതം, അതില് ദാഹിച്ച അവശനായിട്ടുള്ള ആ പൃഥ്വിരാജ് എന്നുവെച്ചാൽ നജീബിന്റെ ചുണ്ടിലേക്ക് തുണി കൊണ്ട് വെള്ളം മുക്കി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ വരണ്ട് നിൽക്കുന്ന വളരെ ലോലമായിട്ടുള്ള ആ ചുണ്ടുകളിലേക്ക് ശീതളേന ജലേന, തണുത്ത വെള്ളം കൊണ്ട്, ആർദ്രയിതും നനയ്ക്കാനായിട്ട്, ആരംഭിച്ചു തുടങ്ങി. തദ്ദൃഷ്ട്വാ ഹസ്തേനൈകേന സ്വമാതരം നിവാരയന്തി സാ ബാല ഏവമവദത്, അത് കണ്ടിട്ട് ഹസ്തേനൈകേന, ഒരു കൈ കൊണ്ട്, സ്വമാതരം നിവാരയന്തി, സ്വന്തം അമ്മയെ തടഞ്ഞിട്ട്, സാ ബാല ഏവമവദത്, ആ കുട്ടി ഇപ്രകാരം പറഞ്ഞു. മാമാജലേന ജനനി പ്രദദാതു ശീഘ്രം ക്ഷീരം മദീയമധുനാ ചഷകസ്ഥിതം തേ പീത്വാ ജവേന വിരളാപ്യനുജസ്യ ജിഹ്വാ പൂർവേവ വർഷതു സദാ രസദാം സുവാണീം. മാമാ ജലേന ജനനി ശീഘ്രം മദീയം ക്ഷീരം, ചഷകസ്ഥിതം മദീയം ക്ഷീരം തേ പ്രദദാതു, അധുനാ ശീഘ്രം പ്രദദാതു. കിം? മദീയം ക്ഷീരം, ചഷകസ്ഥിതം മദീയം ക്ഷീരം പ്രദദാതു. തത് ക്ഷീരം പീത്വാ ജവേന വിരളാഭി അനുജസ്യ ജിഹ്വാ പൂർവേവ രസദാം സുവാണിം സദാ വർഷതു. മാമാജലേന ജനനി, ആ കുട്ടിയുടെ ശുഷ്കിച്ച ചുണ്ടുകൾ അല്ലെങ്കിൽ നാവ് ഒന്ന് ആർദ്രമാക്കാനായിട്ട് തണുത്ത വെള്ളം കൊണ്ട് കൊടുക്കുന്ന സമയത്ത് കുട്ടി പറയാണ്, ആ ഗൃഹനായികയുടെ മകള് പറയാണ്, മാമാ ജലേന ജനനി, അമ്മേ വെള്ളം കൊണ്ടല്ല അമ്മ ഇത് ചെയ്യേണ്ടത്. ശീഘ്രം പ്രദദാതു, പെട്ടെന്ന് തന്നെ കൊടുക്കൂ. എന്ത്? ചഷകസ്ഥിതം മദീയം ക്ഷീരം. ഇപ്പോ അമ്മ എന്താണ് ചെയ്യേണ്ടത്? മദീയം ചഷകസ്ഥിതം ക്ഷീരം പ്രദദാതു, എൻ്റെ കയ്യിലുള്ള, എൻ്റെ ഈ ഗ്ലാസ്സിലുള്ള ഈ പാല് കൊടുക്കൂ കുട്ടിക്ക്. പീത്വാ ജവേന, ആ പാല് കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിരളമായിട്ടുള്ള ആ അനുജന്റെ ജിഹ്വ, അനുജന്റെ വിരളമായ ആ ജിഹ്വ, വളരെ ശുഷ്കിച്ചു പോയ, ഉണങ്ങിപ്പോയ ആ ജിഹ്വ, ആ നാവ്, പൂർവേവ രസദാം സുവാണിയും വർഷതു, പണ്ടത്തേതുപോലെ നല്ല വാക്കുകളെ പറയാനുള്ള ശക്തി നേടട്ടെ. മുമ്പ് എങ്ങനെയാണോ അവൻ ആ ലോലമായ ജിഹ്വാഗ്രം കൊണ്ട് പാട്ടുപാടി അല്ലെങ്കിൽ കളിച്ച് വർത്തമാനം പറഞ്ഞ് നടന്നിരുന്നത്, അതുപോലെ പണ്ടത്തേതുപോലെ അവൻ ആരോഗ്യവാനാവട്ടെ, ഈ വിശപ്പിനെ എല്ലാം മാറ്റി ആരോഗ്യവാനാകട്ടെ എന്ന് ആ ഒരു 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അമ്മേ, ഒരിക്കലും വെള്ളം കൊണ്ടല്ല, എൻ്റെ ഈ പാല് കൊണ്ട് അവന് കൊടുക്കൂ. അവൻ്റെ ആ ജിഹ്വ പണ്ടത്തേതുപോലെ, അവൻ്റെ ആ നാവ് പണ്ടത്തേതുപോലെ നല്ല വാക്കുകളെ വർഷിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാഠത്തില് നമുക്ക് വിശപ്പിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി തരികയും അതോടൊപ്പം ആ കുട്ടിയുടെ വിശപ്പിനെ തിരിച്ചറിയാൻ ആ ഗൃഹനായികയ്ക്കും അതുപോലെ തന്നെ അവരുടെ മകൾക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു ചെറിയ ചമ്പു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാള കവിയായിട്ടുള്ള യൂസഫ് അലി കേച്ചേരി
എഴുതിയിട്ടുള്ള വേദം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിതയിലും ഈ വിഷയം തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ഒരു കഥയുണ്ട്. ആ വേദവും ബിരിയാണിയും ഒക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് കേട്ടു നോക്കുക, വായിച്ചു നോക്കുക. അതിൽ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ഷുധാജ്ഞാനപ്രദായിനി എന്നുള്ള ഈ ചെറിയ ചമ്പു ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരുടെ വിശപ്പറിയുന്നവരായി, വേദവിത്തുക്കളായി, അതുപോലെ ആത്മദക്ഷന്മാരായി തീരട്ടെ. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിതിൻ്റെ പദച്ഛേദത്തിലേക്ക് കടക്കാം. പദച്ഛേദഃ തത്രാങ്കണേ, തത്ര അധികം അങ്കണേ, തത്രാങ്കണേ. കോപി, കഹ അധികം അപി, കോപി. നാസ്തിയേവ, ന അധികം അസ്തി അധികം ഏവ. ഉച്ചൈരേവം അവദത്, ഉച്ചൈഹി ഏവം അവദത്. മാതർയച്ഛതു, മാതഃ യച്ഛതു. ബഹിരാഗച്ഛത്, ബഹിഃ ആഗച്ഛത്. ബഹിർദ്വാരേപ്യതിഷ്ഠത് ബാല, ബഹിഃ ദ്വാരേ അപി അതിഷ്ഠത് ബാല. പുനരവദത്, പുനഃ അവദത്. പുത്രോയം, പുത്രഃ അയം. രാത്രാവപി, രാത്രൗ അപി, രാത്രാവപി. കിഞ്ചിത് അഘാതത്, കിഞ്ചിത് അഘാതത്. അർഭകസ്യേതസ്യ, അർഭകസ്യ ഏതസ്യ. തന്നിവാരയിതും, തത് നിവാരയിതും, തന്നിവാരയിതും. കിഞ്ചിത് അന്നം, കിഞ്ചിത് അന്നം. ചാഭവത്, ച അഭവത്. തയോരേതത് ഭാഷണം, തയോഃ ഏതത് ഭാഷണം. ക്ഷണാദപ്യാനയത് ഗൃഹം, ക്ഷണാത് അപി ആനയത് ഗൃഹം. ഹസ്തേനൈകേന, ഹസ്തേന ഏകേന. വിരളാപ്യനുജസ്യ, വിരളാ അപി അനുജസ്യ. പൂർവേവ, പൂർവാ ഇവ. വിഗ്രഹഃ ഉത്തമാർഹം, ഉത്തമഃ അർഹഃ യസ്യ സഃ ഉത്തമാർഹഃ തം ഉത്തമാർഹം. പ്രരുദന്തം, പ്രകർഷേണ രുദന്തം. ആത്മജാതം, ആത്മനഃ ജാതഃ തം ആത്മജാതം. വിഗളിതകേശപാശാ, കേശാനാം പാശഃ സമൂഹഃ കേശപാശഃ. വിഗളിതഃ കേശപാശഃ യസ്യാഃ സാ വിഗളിതകേശപാശാ. കൃശാംഗി, കൃശാനി അംഗാനി യസ്യാഃ സാ കൃശാംഗി. പരിമ്ലാനമുഖി, പരിമ്ലാനം മുഖം യസ്യാഃ സാ. ബുഭുക്ഷയാ, ഭോക്തും ഇച്ഛ ബുഭുക്ഷ തയാ. ഗൃഹാന്തരാളം, ഗൃഹസ്യ അന്തരാളം, ഗൃഹാന്തരാളം. സംവീക്ഷ്യ, സമ്യക് വീക്ഷ്യ. അശക്യ, ശക്തും യോഗ്യ ശക്യ, ന ശക്യ അശക്യ. ഹൃദയദ്രവകാരിണീം, ഹൃദയം ദ്രവീകർത്തും ശീലം യസ്യാഃ സാ താം. ഊനഷോഡശവർഷീയ, ഷോഡശാത് ഊനം ഊനഷോഡശം. തദേവ വർഷം ഊനഷോഡശവർഷം. തദ്വയഃ യസ്യാഃ സ. ദുഗ്ധചഷകം, ദുഗ്ധപൂർണം ചഷകം. പക്വമോജാഫലം, പക്വം ച തത് മോജാഫലം ച പക്വമോജാഫലം. അസഹ്യയ, സോഢും ശക്യ സഹ്യ, ന സഹ്യ അസഹ്യ, തയാ അസഹ്യയ. അനശനേന, ന അശനം അനശനം, തേന അനശനേന. ജിഹ്വാഗ്രം, ജിഹ്വായാഃ അഗ്രം. ക്ഷുധാതൃപ്ത്യർത്ഥം, ക്ഷുധായാഃ തൃപ്തിഃ, ക്ഷുധാതൃപ്തിഃ തദർത്ഥം ക്ഷുധാതൃപ്ത്യർത്ഥം. ഗൃഹനായിക, ഗൃഹസ്യ നായിക യാ സാ. തരളിതഹൃദയ, തരളിതം ഹൃദയം യസ്യാഃ സാ. വിവേകശാലിനി,
വിവേകേന ശാലതേ യാ സാ മാതൃവാത്സല്യ പീയൂഷ വർഷണേന മാതുഃ വാത്സല്യം മാതൃവാത്സല്യം തദേവ പീയൂഷം തസ്യ വർഷണേന സപുത്രാം പുത്രേണ സഹ വർത്തത്തെ യാ സാ സപുത്ര താം സപുത്രാം കമലോദരേ കമലസ്യ ഉദരം തസ്മിൻ രസദാം രസം ദദാതി ഇതി താം സുവാണീം ശോഭനാ ച അസൗ വാണീ ച സുവാണീ താം കോശഃ ക്ഷുത് സ്ത്രീ ക്ഷുത് ക്ഷുതം ക്ഷവഃ പുംസി അങ്കണം അങ്കണം ചത്വരാജിരേ ചത്വരം ആജിരേ ആജിര മോച കദളി വാരണാഭുഷ രംഭ മോജാംശു മോജാംശുമത് ഫല ബുഭുക്ഷ അശനായ ബുഭുക്ഷ ക്ഷുത് ജിഹ്വ രസജ്ഞ രസന ജിഹ്വ നീരം അംഭോർണസ്തോയപാനീയ നീരക്ഷീരാംബുശംബരം. ഇനി ഇതിന്റെ പഠന പ്രവർത്തനങ്ങളാണ്. പാഠം സമ്യക് പഠിത്വ ഭാവലയാനുസാരം ചമ്പു പ്രഭാഷണം കരോതു. ചമ്പു പ്രഭാഷണം നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതുപോലെ ഭാവത്തോടും ലയത്തോടും കൂടെ ആ ചമ്പു ഒന്ന് അവതരിപ്പിക്കുക. പാഠം സമ്യക് പഠിത്വ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി ഭാവത്തോടുകൂടെ അതൊന്ന് അവതരിപ്പിക്കുക. പാഠഭാഗാത് വിശേഷണ വിശേഷ്യാണി വിവിച്യ ലിഖതു. പാഠഭാഗത്ത് നിന്ന് വിശേഷണം വിശേഷ്യം എന്നിവ തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വിശേഷ്യം, എന്താണ് വിശേഷണം? ഒരു കാര്യത്തെ ഇപ്പോൾ യുവതി അല്ലെങ്കിൽ യുവതി വന്നു എന്ന് പറഞ്ഞു, ആ യുവതിയെ വിശേഷിച്ച് ആ യുവതിയുടെ വിശേഷണങ്ങളാണ് എന്ത്? കൃശാംഗി, വിഗളിത കേശപാശ, പരിമ്ലാനമുഖി. അതൊക്കെ യുവതിയാണ് വന്നത്. യുവതി വിശേഷ്യവും യുവതിയെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് യുവതിയുടെ വിശേഷണങ്ങൾ എന്നുള്ളതാണ് വിഗളിത കേശപാശ എന്നുള്ളത് യുവതിയുടെ വിശേഷണമാണ്. വിഗളിത കേശപാശ യുവതി, കൃശാംഗി യുവതി, പരിമ്ലാനമുഖി യുവതി. അങ്ങനെ ആ എന്തിനെയാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് അതിനെയാണ് വിശേഷണം എന്ന് പറയുന്നത്. അതേപോലെ ഗൃഹത്തിന്റെ വിശേഷണം സുശാന്തം, അതിനിർമ്മലം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഗേഹം, ഗേഹത്തിന്റെ വിശേഷണങ്ങളാണ് സുശാന്തം, അതിനിർമ്മലം, ഉത്തമാർഹം എന്നൊക്കെ. ബാല, ബാലയുടെ വിശേഷണമാണ് ഊനഷോഡശ വർഷീയ. അതുപോലെ നിങ്ങൾ പാഠം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ പല വിശേഷണ വിശേഷ്യങ്ങളും ഉണ്ട്. അപ്പോൾ വിശേഷണം എന്നൊരു ഭാഗത്ത് എഴുതുക, വിശേഷ്യം എന്ന് ഒരു ഭാഗത്ത് എഴുതുക, അതിനെ പട്ടികപ്പെടുത്തി വെക്കുക. അതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം മാതൃവാത്സല്യ പീയൂഷ വർഷണേന സഹ തയാ ഗൃഹനായികയാ യുവതീം പ്രതി കൃതം സംഭാഷണം സംഭാവ്യ ലിഖതു. ആ മാതൃവാത്സല്യ പീയൂഷ വർഷണേന, ആ അമ്മയുടെ മാതൃവാത്സല്യമായിട്ടുള്ള അമൃത് വർഷിക്കുന്നതിലൂടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് ആ യുവതിയും ഗൃഹനായികയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് എഴുതി നോക്കാനാണ്. നിങ്ങളൊന്ന് ഭാവന അനുസരിച്ച് എന്തായിരിക്കും അവിടെ സംഭാഷണം ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ആ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയല്ലോ. കുട്ടിക്ക് പാലല്ല വെള്ളം കൊണ്ട് ആ കുട്ടിയുടെ ചുണ്ട് നനയ്ക്കാനായിട്ട് ഒക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവരെ ഗൃഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒന്ന് എഴുതി നോക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. അടുത്തത് പാഠസ്ഥാനാം സംബോധന രൂപാണി ചിത്വാ ലിഖതു. പാഠഭാഗത്തിലുള്ള സംബോധനാ രൂപങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സംബോധന മാതാ ഭോജനം യച്ഛതു, ഭോജന അല്ലെ, വിളിക്കുന്നതാണ്, സംബോധന ചെയ്യുന്നതാണ്, ഒരാളെ സംബോധന ചെയ്യുന്നതാണ് സംബോധനാ പദം. അപ്പം അത് നിങ്ങൾ പാഠഭാഗം നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്തി ടിപ്പണി പുസ്തകത്തിൽ എഴുതുക.
കോഷ്ടകാത് സമാനാർത്ഥക പദം ചിത്വാ പൂരയത. രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് സമാനാർത്ഥം വരുന്ന പദങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സഹസ, ക്ഷുത്ത്, ഗേഹം, അങ്കണം, ജിഹ്വ, നീരം, ക്ഷീരം, ലേശഃ. സഹസ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹസ എന്നതിന് ഇവിടെ പ്രയോഗിച്ചത് ജവേന. സഹസ, ഝട്ടിതി, ജവേന എന്നൊക്കെ അർത്ഥം വരും, പെട്ടെന്ന് എന്നുള്ള അർത്ഥം. ക്ഷുത്ത്, ക്ഷുത്ത് എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, വിശപ്പ് എന്നുള്ളതാണ് അല്ലെ. അതിന് ക്ഷുധ, ബുഭുക്ഷ എന്നൊക്കെ ഇതിൽ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവിടേക്ക് എഴുതാം. ഗേഹം, ഗേഹം എന്നുള്ളത് ഗൃഹം, ഭവനം. അങ്കണം, ചത്വരം. ജിഹ്വ, രസന. നീരം, ജലം. ക്ഷീരം, ദുഗ്ധം. ലേശഃ, അല്പം. അപ്പൊ ഇത്രയാണ് ഈ പാഠഭാഗത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് പറയുന്നത്. അധികവാചനാംശഃ. ക്ഷുത്ത് ഇതി സ്ത്രീലിംഗരൂപം, ക്ഷുതം ഇതി നപുംസകലിംഗഃ. ക്ഷുത്ത് എന്ന പദം സ്ത്രീലിംഗ രൂപമായിട്ടും ക്ഷുതം എന്ന് നപുംസകലിംഗം, രണ്ട് ലിംഗത്തിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീലിംഗമായിട്ടും നപുംസകലിംഗമായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉഭയോഹോ ബുഭുക്ഷ ഇത്യർത്ഥഃ. രണ്ട് വാക്കുകൾക്കും ക്ഷുത്ത് എന്നതിനും ക്ഷുതം എന്നതിനും ബുഭുക്ഷ എന്നാണ് അർത്ഥം, വിശപ്പ് എന്നാണ് അർത്ഥം. ക്ഷുത്ത് ഇതി ഹലന്ത ശബ്ദസ്യ ക്ഷുധ ഇതി ഭാഗുരി ഇത്യാചാര്യസ്യ അഭിമതേന ആകാരാന്ത സ്ത്രീലിംഗ രൂപം ച ഭവതി. നിങ്ങൾ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടാവും, അജന്തം, ഹലന്തം എന്നൊക്കെ അല്ലെ. അച്ച് അന്തത്തിൽ വരുന്നതാണ് അജന്തം. അച്ച് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ അവസാനത്തിൽ വരുന്നതാണ് അജന്ത ശബ്ദങ്ങൾ. ഹലന്തം എന്ന് പറയുമ്പോൾ ഹല്ല് വ്യഞ്ജനാക്ഷരങ്ങളിൽ അവസാനിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് ഹലന്ത ശബ്ദങ്ങൾ. അപ്പോ ക്ഷുത്ത് എന്ന ഹലന്ത ശബ്ദത്തിന് ക്ഷുധ എന്ന് ആകാരാന്ത സ്ത്രീലിംഗ രൂപമാണ് എന്ന് ഭാഗുരി എന്ന ആചാര്യന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ് പറയപ്പെടുന്നത്. ക്ഷുത്ത് എന്നത് ആകാരാന്ത സ്ത്രീലിംഗ രൂപമാണെന്ന് ഭാഗുരി എന്ന ആചാര്യൻ സമർത്ഥിക്കുന്നു. സീത, ലത എന്നൊക്കെ പോലെ. യഥാ അതുപോലെ തന്നെ നിട്ട്, നിശ, വാക്ക്, വാച, ദിക്ക്, ദിശ, രുക്ക്, രുച. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പാഠഭാഗം നല്ലതുപോലെ വായിക്കുക. അതുപോലെ മറ്റുള്ളവന്റെ വിശപ്പിനെ, നമ്മളല്ലാത്ത അപരന്റെ വിശപ്പിനെ അറിയാൻ ശ്രമിക്കുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ദേ സംസ്കൃത മാതരം.